ഹായ് ഫ്രണ്ട്സ്, സാബിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഏപ്രിൽ മാസം 24-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും അതുകൂടാതെ 2 സിനിമകളുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മാസം 25-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും, അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും. ഓക്കെ, ഏതൊക്കെ സിനിമകളൊക്കെയാണ് നമുക്ക് ആദ്യം തന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 2 സിനിമകളുടെ അപ്ഡേറ്റുകൾ ഏതാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ നമ്മുടെ വിജയ് ദേവരകൊണ്ട, അതുപോലെ തന്നെ മൃണാൽ താക്കൂർ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഈ സിനിമ ഒരു ദുരന്തമായി മാറുകയായിരുന്നു ചെയ്തത്. സിനിമ ഫ്ലോപ്പാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ആമസോൺ പ്രൈം ആണെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ മെയ് മാസം ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളായിരുന്നു വന്നുകൊണ്ടിരുന്നതെങ്കിലും ഇപ്പോൾ ഒരു അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏപ്രിൽ മാസം 26-ാം തീയതി, അതായത് മറ്റന്നാൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ വരുന്നുള്ളത് റെന്റ് ഓപ്ഷനിലായിരിക്കും വരിക എന്നുള്ളത് അറിയുന്നുണ്ട്. എന്തായാലും വരുന്ന സമയത്ത് മലയാളം അടക്കമുള്ള ഭാഷയിലും റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടില്ല, അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. ജനനം 1947, പ്രണയം തുടരുന്നു പറഞ്ഞൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ്സ് ഏത് പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് അപ്ഡേറ്റ് വന്നിട്ടില്ല. സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ഏഷ്യാനെറ്റ് ആണ്. സാറ്റലൈറ്റ് റൈറ്റ് ഏഷ്യാനെറ്റ് ആയതുകൊണ്ട് മിക്കവാറും ഈ സിനിമയുടെ OTT റൈറ്റ്സ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കാൻ ചാൻസ് ഉള്ളത്. മറ്റു അപ്ഡേറ്റുകളൊന്നും ഈ സിനിമയുടെ വന്നിട്ടില്ല. സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റ് ആയതുകൊണ്ട് ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തതിനു ശേഷം OTT റിലീസ് ചെയ്യുമോ എന്താണെന്നുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ 2 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സിനിമകളും സീരീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൊത്തം 8 റിലീസുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു സിനിമയല്ല, ഒരു സീരീസ് ആണ്. ഒരു ഹൊറർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ദ സ്കെയർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക. ഈ സീരീസിന്റെ 2ാമത്തെ സീസണാണ്. ഫസ്റ്റ് സീസൺ 2021 റിലീസ് ചെയ്തിരുന്നു. 10 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു ഫസ്റ്റ് സീസൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 2ാമത്തെ സീസൺ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തതാണ് അറിയാൻ കഴിയുന്നത്. ചിലപ്പോൾ മറ്റു ഭാഷയിലും അവൈലബിൾ ആയിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സിക്സ നെരാക്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇന്തോനേഷ്യൻ ഭാഷയിൽ മാത്രമേ റിലീസ് ഉണ്ടാവുള്ളൂ നെറ്റ്ഫ്ലിക്സിൽ. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു സീരീസ് ആണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ വാർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. രന്നീറ്റി ബലാക്കോട്ട് ആൻഡ് ബിയോണ്ട് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമേ റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റു ഭാഷയിൽ വരുമോ എന്നുള്ളത് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്ന സമയത്ത് അറിയാവുന്നതാണ്. അടുത്ത ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു അറബിക് മൂവിയാണ്. ഫേസ് ടു ഫേസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അറബിക് മൂവി ചിലപ്പോൾ ഹിന്ദിയിലും വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഒരു ഹിന്ദി സീരീസ് ആണ്. ദിൽ ദോസ്തി ദിലേമ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 ശേഷം ഈ സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഡ്രാമ മിസ്റ്ററി സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ഡെഡ് ബോയ് ഡിറ്റക്റ്റീവ്സ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മറ്റു ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ആക്ഷൻ ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജാപ്പനീസ് മൂവിയാണ്. സിറ്റി ഹണ്ടർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അതൊരു തെലുങ്ക് മൂവിയാണ്. ഗോപിചന്ദ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഭീമ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം ഭാഷയിലും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ സിനിമകളുടെയും സീരീസുകളുടെയും റിവ്യൂസും അതുപോലെ തന്നെ ഏറ്റവും പുതിയ സിനിമകളുടെയൊക്കെ കളക്ഷൻ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിയാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.